ഹരി ഓം. മാനവസേവ മാധവസേവ എന്ന് പറഞ്ഞാൽ മാനവൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ വേറൊരു പര്യായ പദമാണ് മാനവൻ എന്നുള്ളത്. മാനവൻ എന്ന് പറഞ്ഞാൽ മന്നം ചെയ്യുന്നവൻ. മന്നം ചെയ്യുന്നവർ പറഞ്ഞാൽ എല്ലാവരും മനുഷ്യന്മാരാണോ വെച്ചാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയാ മന്നം ചെയ്യുന്നവരൊക്കെ മനുഷ്യരാണെന്നാണ്. കാരണം മന്നം ചെയ്തുകൊണ്ടാണല്ലോ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷെ അതില് വിപരീതമായത് ചെയ്യുന്നുണ്ടാവും, നല്ലതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നല്ലതായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. ആ നല്ലതായ കാര്യങ്ങളിലും ആരെയും ഉപദ്രവിക്കാതെയും മാനസികമായി വിഷമിപ്പിക്കാതെയും ബുദ്ധിപരമായും മാനസികപരമായും കായികമായും വാചികമായും ഒന്നും ആരെയും പ്രീണിപ്പിക്കാതെ എന്റെ മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെന്ന് മനസ്സിലാക്കി ഉള്ളതായ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ തന്നെ ജീവിതം ആ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരെയാണ് മനുഷ്യന്മാരെ എന്ന് പറയാം. ഒരു ഗൃഹസ്ഥ ജീവിതം ജീവിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ സാധാരണ തരത്തില് ആധ്യാത്മിക തപോവൃത്തിയിലേക്ക് പരിപൂർണമായി ഇറങ്ങിയ ഒരാളാവാം. അങ്ങനെയുള്ള വ്യക്തികളെയാണ് മാനവൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ ജന്തുജന്യമായ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ, അസൂയ, കോപം, അതുപോലെ തന്നെ രാഗദേശങ്ങള്, അങ്ങനെ അതിനുള്ളിൽ നിന്ന് വരുന്നതായ ഭാവങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്നവരെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിലെ സത്വരജോ തമോ ഗുണങ്ങളൊക്കെ അടങ്ങിയുള്ളത് കൊണ്ട് തന്നെ അതിന് ഭാവങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. അത് മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് ദോഷകരമാവുന്നതിനും കാരണമാവും. ഇവിടെ സാത്വികാംശം വരുമ്പോൾ അവിടെ അതില്ല. അവരുടെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം, ജന്മത്തിന്റെ കാരണം എന്താണ്, ഇനി ജനനം മരണം, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ജനിച്ചത്, ഇനി മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നത്, ഈശ്വരൻ എന്താണ് ഈശ്വരനെ കുറിച്ച് അറിയാൻ എന്താണ് എന്നുള്ള ഇത്യാദി ചിന്തകളിലൂടെ പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെയും മാനസികമായി വിഷമിപ്പിക്കാതെയും പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ജനങ്ങൾ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാനവൻ എന്ന് പറഞ്ഞാൽ തപോനിഷ്ഠയിലിരിക്കുന്നതായ തപസ്യാണ്, സന്യാസി എന്നൊക്കെ പറയാം. തപോനിഷ്ഠയിലിരിക്കുന്നതായ മഹാത്മാവിനെയാണ് യഥാർത്ഥപരമായ മാനവൻ എന്ന് പറയാം, മനുഷ്യൻ എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം ചെയ്യും. ആരെയും പ്രീണിപ്പിക്കാനുള്ള മനോവികാരങ്ങളോടുകൂടിയ കർമ്മങ്ങളിലൊന്നും അദ്ദേഹം വിവരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന് മാനവൻ, അങ്ങനെ ചെയ്യുന്ന മാനവന് മാധവൻ എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സേവ ചെയ്യുകയാണെങ്കിൽ അത് മാധവ സേവ എന്ന് പറയും. എന്നാൽ യഥാർത്ഥമായ ഒരു തപസ്സി ചിന്തിക്കുന്ന അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് വേണ്ടി സേവ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ആശയങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രകാരം ജീവിക്കുക, അത് ജീവിതത്തിൽ പകർത്ത് തൽകാര്യങ്ങളെ കുറിച്ച് വീണ്ടും സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞ കാര്യം ഉള്ളിലേക്ക് ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ആ പറഞ്ഞ കാര്യം ഗ്രഹിക്കുകയും അത് പ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന സേവയാണ്. അത് മാധവ സേവയായിട്ട് മാറും, ഭഗവാനോടുള്ള സേവയായിട്ട് മാറും. നേരെ മറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രമിക്കുകയും അതിന് വിപരീതമായി നടക്കുകയും ചെയ്യുമ്പോൾ അത് മാധവ സേവയാവില്ല, തപസ്സോട് ചെയ്യുന്ന സേവയാവില്ല. തപസ്സോട് ചെയ്യുന്ന ഹിംസയാവണം. അല്ലെങ്കിൽ തപസ്സിൽ നിന്ന് ഒരു തപോവൃതനിൽ നിന്ന് വരുന്നതായ, അദ്ദേഹത്തിൽ നിന്നല്ല വരുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് വാക്കുകൾ ഉച്ചിക്കാതെ പാപവശമായിട്ട് തരുന്നു. നമ്മൾ എന്തൊരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ അത് പ്രകാരം ചെയ്യണം എന്നുള്ള തീവ്ര ഇച്ഛയോടുകൂടിയും സമർപ്പണ മനോബുദ്ധിയോടുകൂടിയും വേണം സംശയ നിവാരണം അല്ലെങ്കിൽ സംശയം ചോദിക്കേണ്ടത്. അതിന് വിപരീതമായി ചെയ്യുമ്പോഴാണ് അത് പാപങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തപസ്സുകൾക്ക് ചെയ്യുന്ന സേവനയാണ് മാധവസേവ. അപ്പൊ തപസ്സുകൾ എന്താ ചിന്തിക്കുക? ഞാൻ പറയുന്ന പ്രകാരം അവർ ജീവിക്കട്ടെ, അല്ലെങ്കിൽ ആ സംശയം ചോദിക്കുന്ന വ്യക്തി അത് പ്രകാരം നല്ലതായി ജീവിച്ച് അവർക്ക് ജീവിതത്തിൽ അവരുടേതായ ജീവിതത്തിൽ ഏത് ആശ്രമത്തിൽ വ്യവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ ആശ്രമ വ്യവസ്ഥയിൽ അവര് ഫലപ്രാപ്തി ഉണ്ടാവട്ടെ, അതിൽ അവര് നന്നായി വരട്ടെ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുക. ആ ചിന്തിക്കുന്നതിന് വിപരീതം ചെയ്യുമ്പോൾ അത് അവർക്ക് ചെയ്യുന്ന സേവയല്ല. അവർ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള സേവയാണ്. എന്നാൽ അവർക്ക് താമസിക്കാനുള്ളതായ സൗകര്യങ്ങള്, അവരുടെ നിലനിർത്തേണ്ടതായ ആവശ്യം ഞങ്ങളുടെ കടമകളാണെന്ന് മനസ്സിലാക്കി അവർക്ക് അന്നപാനാദികള് അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരാണ് മറ്റുള്ള ആശ്രമങ്ങൾ ചെയ്യേണ്ടതായ സേവ. അവരുടെ ആശ്രമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർ ചെയ്യേണ്ട സേവ അങ്ങനെയാണ്. തപസ്സി ചിന്തിക്കുന്ന സേവ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതായ ഇതര ആശ്രമ വ്യവസ്ഥയാണ് അവർ ചിന്തിക്കുക. മറ്റാശ്രമക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഇതുകൂടി ചെയ്യേണ്ടതാണ് അവരുടെ സേവ. അങ്ങനെ ചെയ്യുമ്പോഴാണ് മാനവ സേവ മാധവ സേവയായി മാറുന്നത്. നേരെ മറിച്ച് കണ്ണ് കാണാത്ത ആൾക്കും കാല് കൊണ്ട് വയ്യാത്ത ആൾക്കും കുടുംബപരമായി തകർന്നിരിക്കുന്ന ഒരാൾക്കും സാമ്പത്തികമായിട്ട് കൊടുക്കുന്നതും അവരെ ഉന്മേഷരാക്കിയിട്ട് ഇതര സാധു മൃഗങ്ങൾ കൊന്നു തിന്നുന്നതായ അങ്ങനെ ഒരു ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നതൊന്നും മാധവ സേവയാവില്ല.
നമുക്കൊരു വയ്യാന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കണോ, എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്യണോ? എന്തായാലും എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ടാവും. പൂർവ്വജന്മം എന്നുള്ളൊരു കാരണം ഉണ്ടാവും. പൂർവ്വജന്മാർജിതമായിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തതിൻ്റെതായ പുണ്യപാപ മിശ്രിതമായ ജീവിതം ജീവിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് സുഖങ്ങളും ദുഃഖങ്ങളുമായ മിശ്ര ജീവിതം തന്നെ കിട്ടുന്നത്. അപ്പൊ അതിൽ അവരെ വീണ്ടും സഹായിക്കുമ്പോൾ എന്താണ്, അവരുടേതായ രാഗദേശ ഇതൊന്നും പോകുന്നില്ല. അവർക്ക് വീണ്ടും സാധുവായ ജീവികളെ കഴിക്കണം, അല്ലെങ്കിൽ അതിനെ ഹിംസിക്കണം, അത് പ്രകാരം ജീവിക്കണം എന്നുള്ള കുറച്ചും കൂടി ഊർജ്ജസ്വലരാവാനുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോ എന്താ ചെയ്യാ? അങ്ങനെ കൊണ്ടുപോകുമ്പോ അത് നമുക്ക് പാപങ്ങളായിട്ട് തന്നെ വരുന്നത്. മാനവന് ചെയ്യുന്ന സേവ മാധവ സേവയാണ് പകരം മാനവ സേവ എന്നുള്ളത് ആസുരിക സേവയായിട്ട് മാറും. ആസുരിക സേവ എന്താ നമുക്ക് ഫലം ചെയ്യാം? ആസുരികപരമായ ഗുണങ്ങൾ തന്നെയാണ് കിട്ടുക. അതിൽ നിന്ന് കിട്ടുന്നതായ തിക്ത ഫലങ്ങളും നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തന്നെ ചെയ്യും. നമ്മുടെ വീട്ടില് വളർത്തുന്ന ചെടി കടുത്തുവ ചെടിയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? വളർത്തുന്ന ഒരു ചെടി വളർത്തണം വീട്ടിൽ എന്ന് പറഞ്ഞ് കടുത്തുവ ചെടി വളർത്തി. കടുത്തുവ ചെടി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ദേഹാസകലം ചൊരുകന്നെയല്ല ചെയ്യാം. നമുക്ക് എന്താണോ അസുഖകരമായ അസുഖത്തിന് ഹേതുവായിട്ട് കാരണമാവുന്നത്, അങ്ങനെയുള്ള സാമീപ്യം നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് അസുഖത്തിന് തന്നെ കാരണമാവുള്ളൂ. സുഖഹേതുവായിട്ടുള്ളത് എന്താണോ വളർത്തുന്നത് പറഞ്ഞാൽ സുഖത്തിന് കാരണമായിട്ട് മാറും. അപ്പോ നമ്മൾ ചെയ്യുന്ന മാനവ സേവ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിച്ച് അതുപ്രകാരം ജീവിക്കുന്ന സാധു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവയാവുമ്പോൾ അത് മാധവ സേവയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ഗുണഫലങ്ങളായിട്ട് നമ്മുടെ പ്രാരബ്ധങ്ങൾ ക്ഷയിച്ച്, അല്ലെങ്കിൽ പ്രാരബ്ധങ്ങൾ ക്ഷയിക്കുമ്പോൾ ഈശ്വരപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാവും. ആ മനസ്സ് ബുദ്ധിയിൽ ഉറയ്ക്കും, പ്രവൃത്തിയിൽ അത് ഉണ്ടാവും. അങ്ങനെ ഈശ്വര സദൃശമായ സ്വഭാവങ്ങൾ നമുക്കായിത്തീരും. അങ്ങനെ ആവുമ്പോൾ. നേരെ മറിച്ച് അതില്ലാതാവുമ്പോ എന്താണ്, നമ്മൾ വിചാരിക്കുന്നതായ മാനവന്മാരാണ് മാധവന്മാർ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവരെ വളർത്തിയിട്ട് അവരുടെ ഹിംസാ പ്രവൃത്തികൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടിന്റെ ഫലം എന്താണ്? കൊടുക്കുന്ന ആളോ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മാനവ സേവ പറയുമ്പോൾ മരണം ചെയ്യേ, ഈശ്വരപരമായി മുന്നേറെ, അവരെ സേവിക്കുക, അവരിൽ നിന്നുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക, അവര് അത് പ്രകാരം ജീവിക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള എതിർശ്യാലാഭ സന്തുഷ്ടരായി കിട്ടുന്ന അവർക്ക് ഉതകുന്നതായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതാണ് മാധവസേവ. ആ മാധവസേവ കൊണ്ടാണ് നമുക്ക് അനേക ജന്മങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സുഖദുഃഖ മിശ്രമായ ജീവിതത്തിൽ നിന്ന് മുക്തി കിട്ടുള്ളൂ. അങ്ങനെ മുക്തി കിട്ടുമ്പോഴാണ് നമുക്ക് ഈ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഇല്ലാതാവുള്ളൂ. അല്ലാതെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതായ മാനവ സേവ എന്നുള്ള പദം കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതെ, സുഖത്തേക്കാളേറെ ദുഃഖത്തെയാണ് കിട്ടുള്ളൂ. അതിലൊരു 100 പേർക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ യഥാർത്ഥമായ മനുഷ്യനുണ്ടാവാം. ബാക്കി 99 പേരും ആശ്രിക സ്വഭാവത്തോട് കൂടിയിട്ടുള്ളവരായിരിക്കും. പാല് കൊടുത്ത കൈക്കിനെ കടിച്ചു എന്ന് പറയുന്ന പോലെ പൂച്ചയാണെന്ന് വളർത്തിയ മൃഗം അവസാനം പുലിയായി മാറി. പുലി തന്നെ അയാളെ കഴിക്കുന്നു. ഒട്ടകത്തിന് താമസിക്കാൻ ഇട കൊടുത്ത കഥ പോലെയൊക്കെ ആയി മാറും. അപ്പൊ അതൊന്നും മാധവ സേവയല്ല, ഒരു ആശ്രിക സേവ എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതിലുണ്ടാവും, വളരെ അപൂർവമായിരിക്കും നല്ല നല്ല ജനങ്ങൾ ഉണ്ടാവാം. അപൂർവ ജനങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ എല്ലാവരും മാധവന്മാരാണെന്ന് പറഞ്ഞ് സേവ ചെയ്യുമ്പോൾ ആ സേവനം കൊണ്ട് നമുക്ക് കിട്ടാൻ പോണത് ദുഃഖങ്ങൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഓരോ പാവങ്ങളെയും പാവജീവികളെയും ഹിംസിക്കുകയും അതിനുള്ള ബലകായന്മാരാക്കിയാണ് നമ്മൾ അങ്ങനെയുള്ളൊരു സേവ കൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഉൾക്കൊള്ളാനും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖാവസ്ഥയിൽ വന്നതെന്ന് ഉൾക്കൊള്ളാനും അത് പ്രകാരം സാത്വികരമായ ജീവിതം ജീവിക്കാനും അവർക്ക് തോന്നാത്തിടത്തോളം അങ്ങനെയുള്ള ഇത് നമ്മൾ വളർത്തുമ്പോൾ അതൊരു ദുഃഖഹേതു തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പാപം തന്നെയാണ്. പാപം കൊണ്ട് ഒരിക്കലും ഗുണം വർദ്ധിക്കില്ല. പാപം കൊണ്ട് വർദ്ധിക്കുന്നത് പാപം മാത്രം തന്നെയായിരിക്കും. ഹരി ഓം. ഹരി ഓം.